ഹായ് ഫ്രണ്ട്സ്, ടേക്ടിപ്സ് കുക്കിംഗ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടൊരു അടിപൊളി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങ് സ്റ്റഫ് ചെയ്തിട്ടുള്ള സാൻഡ്വിച്ചാണിത്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലോട്ട് ഒരു കപ്പ് റവയോളം ചേർക്കണം. അരക്കപ്പ് തൈര് ചേർക്കണം. തൈര് ചേർക്കുമ്പോൾ നമ്മൾ പുളി നോക്കണം. അധികം പുളി ഉണ്ടെങ്കിൽ നമ്മൾ അരക്കപ്പോളം ചേർക്കേണ്ട, അതിലും കുറച്ച് ചേർത്താൽ മതി. ഈ രണ്ടും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നൊരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല ലൂസായിട്ട് വേണം നോക്കി മാവ് ആദ്യം കിട്ടാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിന് വേണം നമുക്ക് മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ച് അടച്ചിട്ട് ഒരു 30 മിനിറ്റോളം നമുക്കിത് വയ്ക്കണം. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിത് തുറന്ന് നോക്കാം. റവ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്, നന്നായിട്ട് തിക്കായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ദോശമാവിൻ്റെ ഒക്കെ ഒരു പാകത്തിന് വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം. ഈ ഒരു പാകത്തിനാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുഴിയുള്ള 2 ചെറിയ പാത്രങ്ങൾ എടുത്തിട്ട് അതിൽ നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കണം എല്ലാ ഭാഗത്തും. എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം അതിലൊരു 1/4 ഭാഗത്തോളം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. മുഴുവനായിട്ട് ഒഴിക്കരുത്, 1/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെക്കണം. തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് വയർ സ്റ്റാൻഡ് അത് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ പാത്രത്തിലാക്കി വെച്ചിരിക്കുന്ന മാവ് അതിലോട്ട് വെച്ച് കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റോളം ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പാത്രം എടുത്ത് നോക്കാം, വെന്തിട്ടുണ്ടോ നോക്കാം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തണുക്കണ വരെ വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മസാല തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കടുക് ചേർക്കണം, കുറച്ച് ജീരകം, ഇനി കുറച്ച് പച്ചമുളക് ചേർക്കണം. അത് എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം, 1 or 2 ചേർക്കാം. അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് സവാള ചേർക്കണം. ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരഞ്ഞാണ് ഇതിലേക്ക് ചേർക്കുന്നത്. സവാള ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം.
ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും 1/2 ടീസ്പൂണോളം പേസ്റ്റ് ചേർക്കണം. നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചപ്പൊക്കെ മാറുന്ന വരെ ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടിയും കൂടി ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഈ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർക്കാം. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം വിനീഗർ ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് നമ്മൾ ആദ്യം തണുക്കാൻ വേവിച്ച് വെച്ച റവയുടെ മാവാണ്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ മുറിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ പാത്രത്തിൽ നിന്ന് വിടിവിച്ചെടുക്കാം. അപ്പം ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഈ രീതിയിൽ മുറിച്ചെടുക്കാം. ഇനി നമ്മൾ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഇതിലോട്ട് തേച്ച് കൊടുക്കാം. 2 സൈഡിൽ നമുക്ക് തേച്ച് കൊടുക്കണം. ഇനി നമുക്കിത് കൂട്ടി യോജിപ്പിച്ചിട്ട് വയ്ക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ട് 2 സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം 2 സൈഡ്. അതിന് വേണ്ടി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം അത് ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് വച്ചു കൊടുക്കാം. പതുക്കെ ഇതിനധികം എണ്ണ വേണ്ട. ഇനിയിപ്പോൾ 2 സൈഡ് നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ റവ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ഹെൽത്തിയാണ്, കാരണം അധികം നമ്മൾ എണ്ണ ഇതിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വീഡിയോ കണ്ടതിന്. അപ്പോൾ വീണ്ടും കാണാം.